നമസ്കാരം സാക്ഷി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഒരു റോഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് ചടയമംഗലം ഭഗവാൻ മുക്ക്, അതായത് അക്കോണം, അവിടെ നിന്ന് ആരംഭിച്ച് ഇളമ്പഴന്നൂർ ആനപ്പാറയിൽ വന്ന് കയറുന്ന ഒരു റോഡാണ് ഈ ദൃശ്യത്തിൽ നിങ്ങൾ കാണുന്നത്. ഈ റോഡ് 2 വർഷങ്ങൾക്ക് മുമ്പ് MB ഫണ്ടിൽ ഉൾപ്പെടുത്തി 3 കോടി 50 ലക്ഷം രൂപ ഇതിൻ്റെ പുനർനിർമ്മാണത്തിനായി അനുവദിച്ചു. കാസർഗോഡുള്ള ഒരു കോൺട്രാക്ടർ അദ്ദേഹം വന്നു, റോഡിൻ്റെ പണി ആരംഭിച്ചു. കുറച്ച് സ്ഥലത്തൊക്കെ സൈഡ് വാൾ കെട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു, കെട്ടി. എന്നാൽ അതിന് താഴോട്ടുള്ള ഭാഗം JCBക്ക് വലിച്ച് ഇളക്കി മറിച്ച് കുഴച്ച് ഇട്ടു. ഇന്നത്തെ അവസ്ഥയിൽ കാൽനടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഈ റോഡ് മാറിയിരിക്കുകയാണ്. അഗാധമായ കുഴികളും മഴ സമയമായാൽ തെന്നി വീഴുന്ന അവസ്ഥയും ഈ റോഡിൽ ഇന്ന് കാണാൻ കഴിയും. നബാർഡിൻ്റെ റോഡാണെന്നാണ് പറയുന്നത്. എന്തായാലും ശരി, ഇവിടുത്തെ 1-2 അയൽവാസികൾ അല്ലെങ്കിൽ ഈ റോഡ് ഉപയോഗിക്കുന്നവർ ഒന്ന് പറയുന്നത് നമുക്കൊന്ന് കേട്ടുവരാം. പകാമുക്ക് എഴുതോണി LPS റോഡെന്നും കൊണ്ട് ഒരു MB ഫണ്ട് നരേന്ദ്രമോദിയുടെ സ്കീമിൽ ഉൾപ്പെടുത്തി വരികയും 2 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ പണി ഒന്നും ആവാതെ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച രീതിയിലാണ് കാണപ്പെട്ടത്. ആദ്യം എടുത്ത ഒരു കോൺട്രാക്ടർ എന്ന് പറയുന്ന കക്ഷി കുറച്ച് പണി ചെയ്ത് എന്താണ് അപ്പം അയാൾ കളഞ്ഞിട്ട് പോലും 1 വർഷത്തിൽ കൂടുതൽ ആ കക്ഷി കളഞ്ഞിട്ട് പോയി. 2 റീടെൻഡർ കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിനകത്ത് നമുക്കൊന്നും അറിയാൻ കഴിയുന്നില്ല. യാത്ര ആൾക്കാർക്ക് കാൽനട പോലും പോകാൻ ഒക്കാത്ത അവസ്ഥയിൽ കിടക്കുന്ന വിഷയമാണ് ഇവിടെ ഉള്ളത്. അത് സ്കൂൾ കുട്ടികൾക്ക് കാൽനടക്കാർ ചടയങ്കലം കേന്ദ്രീകരിച്ച് മഞ്ഞപ്പാറ ഇങ്ങനെ പോകുന്ന ആൾക്കാർക്കെല്ലാം ഇതൊരു ബുദ്ധിമുട്ടാണ്. യാത്ര തന്നെ ഇപ്പോൾ തടസ്സപ്പെട്ട രീതിയിലായിരിക്കുകയാണ്. അത് എങ്ങനെ സംഭവിച്ചു? പഞ്ചായത്ത് മെമ്പർ ഇടപെട്ട് ഞാൻ എല്ലാം സ്ഥലം എടുത്തു കൊടുത്തതും ആൾക്കാരെ മതിലിടിച്ച് സ്ഥലം കൊടുത്ത് എല്ലാം കൊടുത്ത് പഞ്ചായത്ത് മെമ്പർ ഇന്ന് കഴിഞ്ഞ് നാളെ ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ഒരു പരിപാടി ഇതുവരെ നടന്നിട്ടില്ല. സ്ഥലം എടുത്ത് എൻ്റെ കാൽഭാഗം പണി കെട്ട് അതിരുകെട്ട് എല്ലാം കഴിഞ്ഞ് ഇട്ടേക്കാണ്. ബാക്കി മുക്കാൽ ഭാഗം ഇടിച്ച് റോഡിൽ തന്നെ ഉപേക്ഷിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ MB പോയി നേരിട്ട് സംസാരിച്ച് പറയുന്നതിൽ MB നാളെ ചെയ്യാൻ മറ്റന്നാൾ ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപറ്റി നമ്മൾ പിന്നെ അങ്ങോട്ട് ചിന്തിക്കാൻ പോയില്ല. നരേന്ദ്രമോദിയുടെ നബാർഡിൻ്റെ സ്കീമിലാണ്ട് ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത്. MB ബന്ധപ്പെട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നതും ഇത് നടപ്പാക്കാൻ ശ്രമിച്ചതും. പക്ഷെ പാതി വഴിക്ക് പോയതിന് ഇതിനാരും ഉത്തരവാദിത്തമില്ല, അത്ര വരെയില്ല. അത് റീടെൻഡർ ഉടനെ ചെയ്യുമെന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു റീടെൻഡർ ചെയ്തിട്ട് കഴിയാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ കുറ്റ്യാമൂട് ചടയമംഗല ഏലാ റോഡെന്ന് പറഞ്ഞൊരു റോഡ്, അത് പൊതുജനങ്ങളെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും വിളിക്കാതെ കുറേ വാർഡ് മെമ്പറെ നേതൃത്വത്തിൽ കുറച്ച് പേര് കൂടി വഴി നീളെ നടന്ന തെങ്ങും മൊത്തവും നശിപ്പിക്കുകയും യാതൊരു ഉപയില്ലാത്ത രീതിയിൽ അതും ഇതുപോലെ തന്നെ കൃഷിക്കാർക്കുള്ള കൃഷി മൊത്തവും നശിക്കുന്ന രീതിയിലാണ് കാണപ്പെട്ടത്. ഞങ്ങൾ പഞ്ചായത്തോട്ട് ബന്ധപ്പെട്ട് ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനൊരു സ്കീം വന്നതും ഞങ്ങളെ ഉത്തരവാദിത്തത്തിലല്ല വന്നത് എന്ന് പറഞ്ഞാണ് അവർ പറയുന്നത്. കർഷകരെ തെങ്ങാണ് കൂടുതൽ ഓടിയത്, കൃഷി എല്ലാവരും ഉപയോഗിച്ചേക്കാണ്. പന്നി ശല്യം, വെള്ളം കൊണ്ടുവരാൻ, റോഡ് നിർമ്മാണമായിട്ട് വെള്ളം കൊണ്ടുവരാൻ ചാല് ഇല്ല, അങ്ങനെ പല രീതിയിലുള്ള ശല്യം, അങ്ങനെ കൃഷി ഉപേക്ഷിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. ഒരുപാട് ദാരിദ്ര്യപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഈ ഭാഗത്തുള്ളത്. അവർ കൃഷി ഉണ്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. കൃഷി ആകെ നിലച്ച മട്ടിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. സർക്കാർ ചെയ്യുന്ന രീതിയിൽ പഞ്ചായത്തിന് ബന്ധപ്പെട്ട് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് പഞ്ചായത്ത് പറഞ്ഞത്. എന്നാലും കൃഷി ഇപ്പം റോഡ് നിർമ്മാണമായിട്ട് തടസ്സപ്പെട്ട് വെള്ളം മാറാത്ത രീതിയിൽ കിടക്കുന്നതുകൊണ്ട് റോഡ് സ്തംഭിച്ചിരിക്കുകയാണ്. തെങ്ങുകളാണ്, നാളികേരം, കണ്ടമാനം നാളികേരം. തർക്കം വന്നപ്പോൾ SIയുടെ ചടയങ്ങളെ SI വന്ന് മധ്യസ്ഥയിലാണ് ഇപ്പം നാളെ പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. പാതി അത് ഉപേക്ഷിച്ച് ഇപ്പം ഗാർഡൻ കയറി പാമ്പുകൾക്കും പന്നികൾക്കും കൂട് വെച്ച് കിടക്കുന്ന ഒരവസ്ഥയിലായി കിടക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണണമെന്ന് പഞ്ചായത്ത് മെമ്പറെ നേരിട്ട് പറയും, പഞ്ചായത്ത് പറയുകയും ചെയ്തിട്ട് ഒന്നും ആയില്ല. പഞ്ചായത്ത് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്കീമില്ല, ഞങ്ങൾ എങ്ങനെ ചെയ്യും? ബ്ലോക്ക് പറയുന്നത് ഞങ്ങൾ സ്കീം കൊണ്ടുവന്നിട്ടില്ല, എങ്ങനെ ചെയ്യും? റോഡ് വരുന്നതിന് ആരും എതിരല്ല, നമ്മളെല്ലാം സ്ഥലം കൊടുത്തു വരാം. റോഡ് വരട്ടെ, റോഡ് വരുന്ന ഏത് റോഡ് എതിരെ വന്നാലും എല്ലാവർക്കും നല്ലതാണ്, അതുകൊണ്ട് ഉപയോഗമാണ്. കൃഷിക്കാർക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും, എല്ലാ രീതിയിലും പറ്റും. പക്ഷേ ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയോ
ഈ റോഡ് പൂർണ്ണ വരാതെ ഈ തെങ്ങുകൾ മുറിച്ച് വാഴകൾ മുറിച്ച് കവുങ്ങുകൾ മുറിച്ച് ഈ അവസ്ഥയിൽ എത്തിച്ചതാണ് എല്ലാവരും പ്രശ്നം. അതും കൃഷി ഉപയോഗിച്ച നിലയാണ്. ഇത് ഭഗവാമുക്കിൽ നിന്ന് കെടുതോണി ആനപ്പാറ വരുന്ന റോഡാണ്. 4.5 കിലോമീറ്റർ 5 കിലോമീറ്റർ അങ്ങനെയാണ് അതിൻ്റെ റോഡ്. അവർ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി. അവർ ഭഗവാമുക്കിൽ നിന്ന് അവിടെ നിന്ന് 8 മീറ്റർ റോഡ് എടുത്ത് ഏകദേശം എൻ്റെ കടയുടെ അവിടം വരെ അവർ 8 മീറ്റർ എടുത്ത് വീതി കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കെട്ടാനുള്ള സ്ഥലങ്ങളെല്ലാം അവർ അതിൽ കെട്ടി കറക്റ്റ് ചെയ്ത് മണ്ണുമിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ട് മുടങ്ങി കിടക്കുകയാണ്. ഈ ഇടയ്ക്ക് നമ്മൾ ഈ റോഡ് ഇവിടെ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ JCB കൊണ്ടുവന്ന് അത് പിന്നെ വഴി ഇവിടെ ഇത്തിരി കുറച്ച് സ്ഥലം, അതായത് ഇവിടെ പാറ ഇളക്കിയ സ്ഥലം, അവിടെ ഇത്തിരി മണ്ണിട്ട് ലെവൽ ചെയ്ത് തന്നെ ഇവിടെ ഒരുപാട് വീട് താമസക്കാരുള്ളതാണ്. അപ്പം അങ്ങനെയാണ് അത് മുടങ്ങി കിടക്കുകയാണ്. ഇപ്പം യാത്രാ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് 1 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി ഞങ്ങൾ ഇപ്പോഴും 6-7 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ മഞ്ഞപ്പാറ മഞ്ഞപ്പാറ അഞ്ചലും കോട്ടുകലൊക്കെ പോകുന്നത്. മറ്റേ ഞങ്ങൾക്ക് തുച്ഛമായ 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഞങ്ങൾക്ക് മെയിൻ റോഡിൽ കയറാൻ പറ്റുന്നതായിരുന്നു. അവർ കളഞ്ഞിട്ട് പോയത് തന്നെയാണ്. ഇപ്പോൾ അടുത്ത പേപ്പറൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് മെമ്പർ പറയുന്നുണ്ട്. ഇവിടെ മഞ്ഞപ്പാറ ഒരു ഫംഗ്ഷന് MP വന്നപ്പോൾ MP പറഞ്ഞു കഴിഞ്ഞാൽ റീടെൻഡർ ആയെന്നാണ് പറയുന്നത്. പക്ഷേ ആയിട്ടില്ല, പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. സഞ്ചരിക്കാൻ നടന്നു പോകാൻ പോലും പറ്റാത്ത കണ്ടീഷനാണ്. മറ്റേ ഞങ്ങൾ എല്ലാവരും ഇതുവഴിയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുവിധപ്പെട്ട ആർക്കും പോകാൻ പറ്റുന്നില്ല. റോഡ് കംപ്ലീറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബുദ്ധിമുട്ടാണ്. മഴയായി കഴിഞ്ഞാൽ നമുക്ക് ആ പുളിമൂട് ഭഗവാൻ മുക്ക് വരുന്നവർക്ക് വണ്ടി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. സ്ലിപ്പാവുന്നുണ്ട് വണ്ടി വരുമ്പോൾ. അതാണ് ഈ റോഡിൻ്റെ ഇന്നത്തെ അവസ്ഥ. എത്ര കോടി രൂപയ്ക്കായിരുന്നു? 3,50,00,000 മേളിൽ 58 ലക്ഷം കണ്ടായിരുന്നു അത് ടെൻഡർ ആയത്. പക്ഷെ പണി ചെയ്തവർ ഒരു മൊട്ടുവയ്ക്കാൻ പണികളും ഫില്ല് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പണം മുടക്കി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. റോഡ് കെട്ടുകളെല്ലാം കംപ്ലീറ്റ് കറക്റ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുടങ്ങാനുണ്ടായ കാരണം അത് അവർക്കല്ലേ അറിയാവൂ. സാധാരണ ജനങ്ങളാണ്. അവർക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്കൊന്ന് സംഘടിച്ച് നമുക്കൊന്ന് ബ്ലോക്കിൽ പോകാൻ വിളിച്ചാൽ പോലും അവരാരും വരത്തില്ല. കാരണം നന്നാക്കി കൊടുത്താൽ അവർ പോവും, അല്ലാതെ അവർക്ക് കംപ്ലൈൻറ്റ് പറയാനോ പോകാനൊന്നും ആർക്കും സമയമില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നത്. ഗ്രാമപ്രദേശമല്ലേ. ഈ റോഡിൻ്റെ ഇപ്പോൾ പണി നടക്കാതിരിക്കുകയാണ്. ആദ്യം നല്ല രീതിയിൽ പണി തുടങ്ങി വന്നതായിരുന്നു. പിന്നെ MP-യുടെ വാക്കിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ആ പഴയ കോൺട്രാക്ടർ ഒഴിവാക്കി പോയി. ഇനി പുതിയ ഒരു ടെൻഡർ വിളിച്ച് അതിനുശേഷം പണി തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ വേറെ ഡീറ്റെയിൽസ് പിന്നെ ഒന്നും അറിഞ്ഞില്ല. പണി ഇതുവരെ ഒന്നും തുടങ്ങിയതുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ പറയുന്നത് കേട്ടില്ലേ? ഇത് വീണ്ടും റീടെൻഡറായെന്നാണ് അവർ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. എന്നാൽ പ്രാദേശികമായി ഇവിടെ അറിയാൻ കഴിയുന്നത് ഇതിനനുവദിച്ച ഫണ്ട് ലാപ്സായി എന്നാണ്. എന്തായാലും ശരി, ഇതൊരു ദുരിതം തന്നെയായി മാറിയിരിക്കുന്നു. ഇതിനൊരു ശാപമോക്ഷം വേണ്ടേ? ഈ ശാപമോക്ഷത്തിന് ആരാണ് ഒരു പരിഹാരം കാണുന്നത്? സാക്ഷിക്കൊന്നേ പറയാനുള്ളൂ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും.